ഇവരാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. കാരണം എൻ്റെ മാലയുടെ കൊളുത്ത് പൊട്ടിയിരുന്നത് കൊണ്ടാണ് താലി അതിൽ നിന്ന് ഊരി മാറ്റേണ്ടി വന്നത്. ഈ അസൻ ഫുൾ തണ്ണിയായി കംപ്ലീറ്റ് വെള്ളം അടിച്ച് ഫുൾ ഫിറ്റായി അവിടെ നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ ഒരു കമ്പെടുത്തോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് കമ്പെടുത്തോ അവരെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചതവുകളോ ഒരു പാടുകളോ അവരുടെ ദേഹത്ത് വന്നിട്ടുമില്ല. ഇവരാണ് എന്നെ അടിക്കുകയും ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തത്. വർക്കലയിൽ തിരുവോണ ദിവസം രാത്രി നടന്ന വനിതാ സംഘടനം പെരും കള്ളമാണെന്ന വെളിപ്പെടുത്തലുമായി ഉമ്മയും മകളും രംഗത്ത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വിസ്മയ ചാനലിലൂടെ നിങ്ങളൊരു വാർത്ത കണ്ടിരിക്കും. രഘുനാഥപുരത്തുള്ള സബീത തന്ന വാർത്തയാണ്. അത് തികച്ചും കള്ളത്തരം തന്നെയാണ്. കാരണം ഇവർ 5-ാം തീയതി രാത്രി എന്നെ വീട് കയറി അടിക്കുകയും ആക്രമിക്കുകയും വലിയ കുന്താലി കൈകൊണ്ടുവന്ന് എന്നെ ഉപദ്രവിക്കുകയും എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും വലിച്ചിഴച്ച് അവരെ വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയുമാണ് ഇവർ ചെയ്തത്. സബീത എന്ന വിധവയെ രഘുനാഥപുരത്തെ ഷാനയും ഷൈനിയും ഉമ്മ ഷാനിബയും കമ്പിക്ക് അടിച്ച് കാലൊടിച്ചു എന്നായിരുന്നു ആദ്യ പരാതി. എന്നാൽ സംഭവങ്ങളുടെ തുടക്കം ഒരു മോഷണത്തിൽ നിന്നാണെന്നും അതിൻ്റെ വൈരാഗ്യം തീർക്കലാണ് കള്ളക്കേസെന്നും ഷാന പറയുന്നു. ഇത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മോഷണ കുറ്റമാണ്. സബീത കഴിഞ്ഞു പോയ ഏപ്രിൽ മാസം 2-ാം തീയതി പെരുന്നാളിൻ്റെ രാത്രി ഇവരെൻ്റെ വീട്ടിൽ വരികയും എൻ്റെ സിദ്ദീഖ് എന്ന് എഴുതി എൻ്റെ താലി ചുട്ടി മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇവരാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. കാരണം എൻ്റെ മാലയുടെ കൊളുത്ത് പൊട്ടിയിരുന്നത് കൊണ്ടാണ് താലി അതിൽ നിന്ന് ഊരി മാറ്റേണ്ടി വന്നത്. ഈ സമയം നോക്കി ഈ താലി ചുട്ടി ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇവർ തൊടുവെ ശില്പി ഫിനാൻസിലാണ് ഇവർ കൊണ്ട് 20,000 രൂപ കൊണ്ട് പണയം വെച്ചിട്ടുള്ളത്. അത് 20,000 രൂപ പണയം വെച്ചിട്ട് പിറ്റേന്ന് അതോ 2 ദിവസം കഴിഞ്ഞോ ഇവരുടെ പേരിൽ ഒരു സ്കൂട്ടി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ആയപ്പോഴത്തേക്കാണ് ഇവരാണ് എടുത്തെന്നുള്ള സംശയം എനിക്ക് വന്നത്. അതിനുശേഷം ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവരാണ് എടുത്തെന്നവർ സമ്മതിച്ചു. ഓണ ദിവസം സബീദയുടെ മകൻ ആക്രമിക്കപ്പെട്ടിരുന്നു. അത് സഹോദരങ്ങൾ തമ്മിലുള്ള ഉന്തും തള്ളും മാത്രമാണ്. അതിന് പോലീസിൽ പരാതി നൽകേണ്ടിയിരുന്നില്ലെന്നും യുവതി വെളിപ്പെടുത്തി. സബീദ ചേച്ചിയാണ്. ചേച്ചി വീട്ടിൽ വടിയുമായി വന്ന് മർദ്ദിക്കുകയായിരുന്നു. ശരീരമാസകലം അടിയേറ്റു. പിൻഭാഗത്ത് ക്രൂരമായി മർദ്ദിച്ചു. വർക്കലയിലെ വനിതാ ഡോക്ടർ പരിക്കുകളുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തുവെന്നും യുവതി സങ്കടത്തോടെ പറഞ്ഞു. 5-ാം തീയതി രാത്രിയായിരുന്നു ഓണമായിരുന്നു. ഓണത്തിൻ്റെ അന്ന് രാത്രി പിന്നെ ഈ പറഞ്ഞ സബീത എന്ന് പറയുന്ന ആ ചേച്ചിയുടെ മകൻ അസനും എൻ്റെ ചേച്ചിയുടെ മകൻ അമീർ ഷാ ഇവർ തമ്മിലുണ്ടായൊരു അടിപ്രശ്നമാണ്. അതായത് ഈ അസൻ ഓടിച്ച വണ്ടിയും വേറൊരു അജ്മൽ എന്ന് ഓടിച്ച വണ്ടി ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ. അതിൽ പേരും എൻ്റെ അമീർ ഷാ എൻ്റെ ചേച്ചിയുടെ മോനാണ്, ഷൈനി ചേച്ചിയുടെ മോനാണ് അമീർ ഷാ. അവരെ വിളിച്ചിട്ട് ചോദിച്ചിട്ടാ എനിക്ക് ഞാൻ ആക്സിഡന്റ് ഒരിടത്തി വെക്കുന്നത് കാണാൻ പാടാന്ന് പറഞ്ഞു. കാണാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ അമീർ ഷായും സൽമാനും അജിനും കൂടി കാണാൻ അവിടെ ചെന്ന സമയത്ത് ഈ അസൻ ഫുൾ തണ്ണിയായി കംപ്ലീറ്റ് വെള്ളം അടിച്ച് ഫുൾ ഫിറ്റായി അവിടെ നിൽക്കുകയാണ് ചെയ്തത്. വിളിച്ചു വരുത്തിയിട്ട് അവൻ തന്നെ അവരെ ആക്ഷേപിച്ച്, നീ അല്ലടാ വിളിച്ചു വരുത്തി, നീ തന്നെ ഞങ്ങൾ ആക്ഷേപിക്കുന്നതാണെന്ന് തുടങ്ങിയ സംസാരത്തിലാണ് അവരുടെ അടി നടന്നത്. ഈ അടി കഴിഞ്ഞതിന് ശേഷം ഈ സവിത ചേച്ചി ഒരു വലിയ വടിയായിട്ട് ഞങ്ങൾ വീടിൻ്റെ ഭാഗത്ത് ഈ വഴിഭാഗത്ത് വന്നിട്ട് ചീത്ത വിളിയും പ്രശ്നവും വഴക്കുമായപ്പം എൻ്റെ കഷ്ട സമയത്ത് ഞാൻ ഇറങ്ങി അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ സമയത്ത് എന്നെ വർക്കല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഷൈനി, അമീർ ഷായുടെ ഉമ്മായി ഷൈനിയും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കോള് വന്ന് അമീർ ഷാ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമീർ ഷാ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ തന്നെ പോലീസ് അവിടെ നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു അടി നടന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്ന കാര്യം പറയുകയും ചെയ്തു. പക്ഷേ ആ ബന്ധുക്കളാണ്. ഈ സബീത എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠതയുടെ മകളാണ്, എൻ്റെ വല്യമ്മയുടെ മോളാണ് ഈ സബീത. ഈ അസൻ അവരുടെ മകനാണ്. എന്നെ മുറക്കി എൻ്റെ മകനായിട്ടാണ് വരുന്നത്. അമീർ ഷായും എൻ്റെ മോൻ തന്നെയായിട്ട് വരും, അസനും എൻ്റെ മോൻ തന്നെയായിട്ടാണ് വരുന്നത്. പിന്നെ ഇവർ തമ്മിൽ ചേട്ടൻ അനിയൻ തമ്മിലുണ്ടായ ഒരു പ്രശ്നമല്ലേ, അത് നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തീർത്താൽ പോരെ? എന്തിന് നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ട് പരാതിയായിട്ട് പോകുന്നത്? എൻ്റെ സ്വർണം വന്ന് എൻ്റെ താലി ചുറ്റി വന്ന് മോഷ്ടിച്ച് നിങ്ങൾ കൊണ്ട് പണയം വെച്ച് വണ്ടി എടുത്തിട്ട് പോലും നിങ്ങളെ പേര് ഞാനൊരു മോഷണ കുറ്റത്തിന് പരാതി കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളല്ലേ, എൻ്റെ വല്യമ്മയുടെ മോളല്ലേ, വലിയ ചേച്ചി അല്ലേ എന്ന് വെച്ചിട്ട് അത് ഏകദേശം 4-ാം മാസം 3-ാം തീയതിയാണ് ഇവരത് പണയം വെച്ചത്. എൻ്റെ വീട്ടിൽ നിന്ന് 2-ാം തീയതി രാത്രിയാണ് എടുത്തോണ്ട് പോയത്. രാത്രി ഇവരെന്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. കാരണം അന്ന് പെരുന്നാളായിരുന്നു, ചെറിയ പെരുന്നാളായിരുന്നു. ഇവരെ കാല് നിങ്ങളെ വീട് കയറി മർദ്ദിച്ചു എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ടല്ലോ, അതിൽ എന്താണ് സത്യാവസ്ഥ? ഒരു സത്യവും ഇല്ല. എന്നെ വീട് കയറി അടിച്ച് വലിച്ചെടിച്ച് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അവരെ വീട്ടിലോട്ട് കൊണ്ടുപോയി ഭാഗ്യം അവിടെ ഇട്ടാണ് അവരെന്നെ അടിച്ചത്. കൊണ്ടുപോകുന്ന വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളിയും പിടിച്ചും വലിച്ചുകൊണ്ട് കൊണ്ടുപോയത്. പോകുന്ന വഴിയിൽ അവരുടെ കാലിൻ്റെ കുഞ്ചു കല്ലാണ് പൊട്ടൽ വന്നിരിക്കുന്നത്. അതൊരു കല്ല് തട്ടിയോ ഒരു പാറക്കഷ്ണം തട്ടിയോ ഒരു തടിക്കഷ്ണം തട്ടിയോ പൊട്ടിയതായിരിക്കാം. ഞാൻ ഒരു കമ്പെടുത്തോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് കമ്പെടുത്തോ അവരെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്ത് വേറെ ഒരു മുറിപ്പാടുകളോ ഒരു ചതവുകളോ ഒരു പാടുകളോ അവരുടെ ദേഹത്ത് വന്നിട്ടുമില്ല. ഞാൻ 6-ാം തീയതി രാവിലെ അടി കിട്ടിയത് 5-ാം തീയതി രാത്രി രാവിലെ 6-ാം തീയതി ഞാൻ വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ചെന്ന് അവിടുത്തെ വനിതാ ഡോക്ടർ കംപ്ലീറ്റ് റിപ്പോർട്ട് എടുത്തു. എൻ്റെ ദേഹത്ത് വീണ അടികളും പാടുകളും എൻ്റെ കഴുത്തിലേറ്റ മുറിവ്, കഴുത്തിൽ പിടിച്ച് വലിച്ചെൻ്റെ മാല കൊണ്ടുള്ള മുറിവുകളും എടുത്ത് അവിടെ 6-ാം തീയതി തന്നെ റിപ്പോർട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഹോസ്പിറ്റലിൽ അന്ന് 6-ാം തീയതി പോയി എടുത്ത
പരിശോധിച്ച OP ടിക്കറ്റാണ് അവിടുത്തെ റെക്കോർഡിൽ എന്നെ അടിച്ചതും ചതച്ചതും മുറിവുകളും പാടുകളും എല്ലാം അവിടെ വനിതാ ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ലേഡി ഡോക്ടറാണ്. ലേഡി ഡോക്ടർ വന്ന് എന്നെ പരിശോധിക്കുകയും പിറ്റേന്ന് എന്നെ പാരിപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് പോകാനുമാണ് അവർ പറഞ്ഞു വിട്ടത്. പിന്നെ എൻ്റെ കഴുത്തിലിട്ട മുറിവിന് അവർ എക്സ്റേ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ എക്സ്റേ എടുത്തിട്ടുമുണ്ട്. ഇതെൻ്റെ കാലിലും എൻ്റെ ചട്ടത്തിലും അടിച്ചതാണ്. ഇതിലെല്ലാം ചതവുകളാണ് വന്നേക്കുന്നത്. എല്ലാത്തിലും ചതവുകളുണ്ട്. അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും എൻ്റെ കൈവശമുണ്ട്. അവിടെ 6-ാം തീയതി താലൂക്ക് ഹോസ്പിറ്റലിൽ എൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം അവിടെ ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ OP ടിക്കറ്റുമാണ്. പിന്നെ ഇവരാണ് എന്നെ അടിക്കുകയും ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തത്. ഇത് എവിടെ വെച്ചായിരുന്നു ഈ നിങ്ങളെ ഈ അടിക്കുന്നത്? എവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്? വീട്ടിൽ കയറി വന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് അടിച്ച് പിടിച്ച് അവരെ വീട്ടോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ മമ്മിയും എൻ്റെ ചേച്ചിയും ഓടി വന്ന് അവിടെ പിടിച്ച് വലിച്ച് അതിൽ നിന്ന് മാറ്റി വിടുകയാണ് ചെയ്തത്. അതുവരെ അവരെ വീട്ടിൽ കൊണ്ടുവരാണ് ബാക്കിയായി. സബീദയുടെ കാലിലെ ഒടിവ് കല്ലിൽ തട്ടി ഉണ്ടായതാണ്. പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും യുവതിയും ഉമ്മയും പറഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ഞാൻ ഇവിടെ നിന്ന് ഓടി അവിടെ ചെന്ന് അവളെ വീടിൻ്റെ മുമ്പിൽ ചെന്ന് എൻ്റെ കൊച്ചിനെ വിട് എന്നും പറഞ്ഞ് ഞാൻ കയറി എൻ്റെ മോളെ പിടിച്ചപ്പോൾ അവളുടെ സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു അവിടെ, ഷാനവാസ്. അവൻ എന്നെ പിടിച്ചു വലിച്ചെറിഞ്ഞു. അതേസമയം പരിക്കേറ്റ ചികിത്സയിലായിരുന്ന രഘുനാഥപുരത്തെ സബീദയും മകനും നീതി തേടി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.